ഐ ഗെസ് വെൽക്കം ബാക്ക്. ഡേറ്റ് സെപ്റ്റംബർ 3. ഇന്നൊരു ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് പുട്ട് ഓപ്ഷനിലാണ്. ഞാൻ അതൊരു ട്രേഡ് എടുക്കാം, അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എന്തുകൊണ്ടാണ് ഒരു ട്രേഡ് എടുക്കുന്നത് എന്നുള്ളത്. സോ 140 ക്വാണ്ടിറ്റി എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ചാർട്ടിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, ചാർട്ടിൽ ലോഡായിട്ട് വരുന്നില്ല. പ്രീമിയം ചാർട്ട്, ഓക്കെ, ഈ ബ്രോക്കറിൻ്റെ ഇഷ്യൂ ആയിരിക്കാം. സോ എനിവേ ഓർഡർ ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ട്രേഡ് എടുക്കാനുള്ള റീസൺ വളരെ സിമ്പിൾ ആയിട്ടുള്ള റീസൺ ആണ്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് നോക്കുവാണെങ്കിൽ 54,000 ലെവലിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം അതിൻ്റെ മുകളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ അഗെയിൻ തിരിച്ച് താഴോട്ട് തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആരൊക്കെ ബൈ ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. ആൻഡ് സ്റ്റിൽ ഒരു പുൾ ബാക്ക് കഴിഞ്ഞ ദിവസം നടത്തി ഏകദേശം ഈ ഒരു പോയിന്റിൽ. സോ അഗെയിൻ ആ ഒരു ലെവൽ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് റിയാക്ട് ചെയ്യും. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് പ്രീവിയസ് ഡേ ലെവൽ സപ്പോർട്ട് എടുത്ത് അഗെയിൻ ആ ഒരു ലെവലാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ലെവലിൽ നിന്ന് അഗെയിൻ സെല്ലേഴ്സ് വന്ന് മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ്. ഒരു സിമ്പിൾ ടെംപ്ലേറ്റ് ട്രേഡ്, ഓക്കെ. സോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് അഗെയിൻ ഇവിടെ റെസിസ്റ്റൻസ് എടുത്ത് മേ ബി താഴോട്ട് പോകാനുള്ള സാധ്യതകൾ, അതാണ് ഹൈ പ്രോബബിലിറ്റി ഉള്ളത്. സ്റ്റോപ്പ് ലോസ് അല്ലേ, നമ്മുടെ വ്യൂ എപ്പോൾ വേണമെങ്കിലും റോങ് ആവാം. അപ്പോൾ ഈ ഒരു സിംഗ് ഹൈൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് എങ്ങനെയാണോ ക്ലോസിംഗ് നടക്കുന്നത്, എങ്ങനെയാണോ അവിടെ നടക്കുന്ന പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ഞാൻ അവിടെ എക്സ്പെക്ട് ചെയ്യും. മാക്സിമം ലോസ് ഒരു ബിറ്റ്വീൻ 60 to 100 പോയിന്റ്. സോ അവിടെയാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിരിക്കുന്നത്. ടാർഗറ്റ് നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് മൂവ്മെൻറ്റ്. മേ ബി കഴിഞ്ഞ ദിവസം ഈ സപ്പോർട്ട് ലെവൽ മേ ബി ബ്രേക്ക് ഡൗൺ ചെയ്യാം. അപ്പോൾ നോക്കിയിട്ട് ടാർഗറ്റ് ഞാനിവിടെ ബുക്ക് ചെയ്യും. അപ്പോൾ എന്തായാലും ട്രേഡ് എടുത്തിട്ടുണ്ട്, ഇനി ഡിസിപ്ലിനോട് കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലേ. ചെറിയൊരു പ്രോഫിറ്റ് റണ്ണിങ്ങിലാണ്. റീസെന്റ് മാർക്കറ്റിന്റെ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ അല്ല ബേസ്ഡ് ഓൺ ന്യൂസുകളുണ്ട് അല്ലേ. നമ്മുടെ US, ചൈന, ഇന്ത്യ പലതരം ന്യൂസുകളാണ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മോസ്റ്റ്ലി ബേസ്ഡ് ഓൺ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് മാർക്കറ്റ് എപ്പോൾ വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും മൂവ്മെന്റുകൾ നടത്താം. അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ നമ്മൾ ഒരിക്കലും ട്രേഡ് ചെയ്യരുത്. എവിടെയാണ് നമ്മുടെ എക്സിറ്റ് പോയിന്റ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം. റൈറ്റ്, അവിടെ എത്തുന്ന സമയത്ത് കറക്റ്റായിട്ട് ലോസ് ബുക്ക് ചെയ്തിരിക്കുക. ഓപ്പർച്യൂണിറ്റികൾ എപ്പോഴും ഉണ്ടാവും. മാർക്കറ്റ് ഇന്ന് മാത്രമല്ല നാളെ ഉണ്ടാവും. റൈറ്റ്, സോ ഐ തിങ്ക് അഗെയിൻ മാർക്കറ്റ് താഴോട്ട് എൻ്റെ ഒരു ഡയറക്ഷനിലോട്ട് മാർക്കറ്റ് മൂവ്മെന്റ് തരുന്നുണ്ട്. സോ ഐ തിങ്ക് ട്രേഡാണെന്ന് വിചാരിക്കുന്നു. സോ എനിവേ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ആ ഒരു ടാർഗറ്റ് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ കേസ്, അപ്പം നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഒന്ന് താഴോട്ട് വന്നു, പിന്നെ മാർക്കറ്റ് അഗെയിൻ ആ ഒരു എൻ്റെ സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്താണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് വരുവാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റി വരുവാണെങ്കിൽ മാത്രമേ എൻ്റെ എക്സിറ്റ് പ്ലാൻ ഞാൻ നോക്കുള്ളൂ. ലോസ് നമ്മൾ ചെറിയ ലോസ് മാത്രമേ ഉള്ളൂ, മാനേജ് ചെയ്യുന്ന ലോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിലൊരു ബ്രേക്ക് ഔട്ട് നടക്കുവാണെങ്കിൽ സാധ്യത എൻ്റെ വ്യൂ റോങ് ആവാനുള്ളതാണ്. സോ അപ്പോൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്നുള്ളത്. ഓക്കെ കേസ്, സോ ഇപ്പോൾ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു മൂവ്മെൻ്റ് അല്ല നടന്നിരിക്കുന്നത്. ഒരു ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുണ്ട് എൻ്റെ സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത അല്ലെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്ത ഒരു എക്സിറ്റ് പ്ലാൻ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് വരും എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മേ ബി ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ടൊക്കെ നടത്തിയിട്ട് വീണ്ടും താഴോട്ട് പോകാം. ബട്ട് സ്റ്റിൽ ഈ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഐ തിങ്ക് ബെറ്റർ ടു എക്സിറ്റ്. ആൻഡ് ഓർഡർ എക്സിറ്റ് ആയിട്ടുണ്ട്. നിയർലി ഒരു 50 പോയിന്റ് ലോസ്, 50 പോയിന്റിലെ ലോസാണ് ഉള്ളത്. അപ്പം മേ ബി നേരത്തെ പറഞ്ഞ പോലെ മേ ബി ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് നടത്തിയിട്ട് വീണ്ടും മാർക്കറ്റ് തിരിച്ചു വരാം. ബട്ട് ഓക്കെ, ഞാൻ ഈ ഒരു ലോസ് ബുക്ക് ചെയ്യുവാണ്. കൂടുതൽ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. മാർക്കറ്റ് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു പ്രീവിയസ് ഡേ ലോയിൽ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് മോർണിംഗിൽ. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്. സോ ഞാൻ സ്റ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത് മേ ബി ഇതൊരു ഫാസ്റ്റ് ബ്രേക്ക് ഔട്ട് ആണെന്ന് തന്നെയാണ്. കാരണം ഓവറോൾ ട്രെൻഡും സെല്ലേഴ്സ് ആണ് സ്ട്രോങ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മേ ബി തിരിച്ച് താഴോട്ട് വരാനുള്ള സാധ്യതകൾ തന്നെ കാണുന്നത്. ബട്ട് ഞാനിവിടെ എക്സിറ്റ് ചെയ്തത് ഫൈൻ അല്ലേ. ചില ദിവസങ്ങൾ നമ്മൾ ലോസ് ബുക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ട്രേഡിങ്ങിൽ. അത് ഹെൽപ്പ് ചെയ്യുക മാത്രമേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സോ ബൈ, താങ്ക് യു.